കേരളത്തിലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ മാരാർജി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. മാർച്ച് പോലീസ് വഴിയിൽ തടഞ്ഞിട്ടുണ്ട്. മോദിയുടെ കോലം ഉയർത്തി പ്രതിഷേധിച്ചതിൽ പ്രകോപിതരാകുന്നു BJP പ്രവർത്തകർ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മോദിയുടെ കോലം കത്തിച്ച് ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കടന്നിരിക്കുന്നു. മാരാർജി ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തത്. പക്ഷേ വഴിയിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി, ബോർഡുകൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ, മോദിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ വേട്ട എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അതിനിടയിൽ മോദിയുടെ കോലം കത്തിച്ച നടപടി, അതിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് സ്വീകരിക്കുന്ന നിലപാട്, BJP പ്രവർത്തകർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇവിടെ വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ തമ്പാനൂര് ഈ മാരാർജി ഭവന്റെ വഴിയിലേക്ക്, അവിടേക്കാണ് ഈ മാരാർജി ഭവനിലേക്കാണ് ഈ ആം ആദ്മി പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം നടത്തിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. ഇത്തരത്തിൽ മോദിയുടെ കോലം ഉയർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. നിലവിൽ മോദിയുടെ കോലം ഉയർത്തി കത്തിച്ചതുമായി സംബന്ധിച്ച ഈ പ്രവർത്തകർ, BJP പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അവർ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ആ സംഘർഷ സാധ്യത ഇല്ലാതാക്കിയത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മാർച്ച് പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ BJP പ്രവർത്തകർ ഈ ആം ആദ്മി പ്രവർത്തകർക്കെതിരെ വ്യാപകമായി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. ഇത്തരത്തിൽ മാരാർജി ഭവനിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്താനായിരുന്നു ഈ ആം ആദ്മി പ്രവർത്തകരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. അത് വഴിയിൽ വെച്ചു തന്നെ ഈ പോലീസും പ്രവർത്തകരും തടഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇവർ തമ്മിലൊരു സംഘർഷ സാധ്യതയുമുണ്ട്. നിലവിൽ സംഘർഷങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയുള്ളതാണ്. പക്ഷെ അത്തരമൊരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസുകാർ മാക്സിമം ഈ പ്രവർത്തകരെ പിരിഞ്ഞു പോകുന്നതിലേക്ക് നയിക്കുന്നുണ്ട്, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രവർത്തകർ അതിന് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വ്യാപക പ്രതിഷേധമാണ് നിലവിൽ. ശരി, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി നടത്തുന്ന മാർച്ച്, പ്രതിഷേധ മാർച്ച്, തിരുവനന്തപുരത്തെ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.